ഹായ്, ദേ നോക്കിയ പക്ഷികള്, അവരൊക്കെ നമ്മളെക്കാളും താഴെ പറക്കുന്നേ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കൊച്ചലിയ? മാനുകൾ ബ്യൂട്ടിഫുൾ. നമ്മുടെ മേഡത്തിന് വളരെ നല്ല മനസ്സാ. അതുകൊണ്ടല്ലേ മേഡം നമ്മളെ ജംഗിൾ സഫാരിക്ക് വേണ്ടി അയച്ചത്. കൊച്ചലിയ, ദേ അങ്ങോട്ട് നോക്കിയേ. ആരോ കഴുതകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? എവിടെ? കഴുത അവരല്ല, നീയാണ്. അത് സീബ്രകളാണോ? പക്ഷെ സാധാരണ സീബ്ര ക്രോസിംഗ് എന്നല്ലേ പറയാറ്. ഇവര് കാരണമാണ് അതിനെ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റിന് എന്തിനാ ടൈഗറിന് പേരിട്ടിരിക്കുന്നേ? ആ പേര് പോലെ ആ ബിസ്ക്കറ്റിന് കറുത്തവരെയും കണ്ടിട്ടില്ല, മഞ്ഞവരെയും കണ്ടിട്ടില്ല. നിന്റെ ഈ മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ജംഗിൾ സഫാരി നന്നായിട്ട് എൻജോയ് ചെയ്യേ. ബോട്ടിൽ ഇതെന്റെ ഫേവറേറ്റ് ബോട്ടിലാണ്. നോക്കിയേ, അത് ആനകളാ. സംശയമുണ്ടോ? ഇവനൊരു കഴുതയാണ്. എത്രയോ പ്രാവശ്യം ആനനെ കണ്ടിരിക്കുന്നു, എന്നിട്ട് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല അവന്. ഇഗ്നോർ ഇഗ്നോർ, താഴേക്ക് നോക്ക്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? ഏതെങ്കിലും സിംഹമോ ബാഗോ വന്നിട്ടുണ്ടാവും. ബാഗെന്ന് പറഞ്ഞാൽ ടൈഗർ. എവിടെ ടൈഗർ? എനിക്ക് കാണണം ആ ടൈഗറിനെ. നോക്ക്, ദേ അവിടെയുണ്ട് ടൈഗർ. ഹണി! ഓ നോ! അയ്യോ! എമർജൻസി എമർജൻസി! എന്റെ അമ്മച്ചി. അയ്യോ, എന്റെ ബോട്ടില്. അയ്യോ, അത് താഴെ പോകുന്നതിന് മുമ്പ് അതെനിക്ക് എടുക്കണം. എനിക്കത് കാർക്കർ മേഡം തന്നതാണ്. വേഗാവട്ടെ, ആ വാതിൽ അടക്കേ. ഓക്കേ. അയ്യോ, എന്റെ ഫേവറേറ്റ് ബോട്ടിൽ. അത് താഴെ വീണു. എനിക്കത് വേണം. വലിയളിയാ, ഹണി! അവൻ പാരഷൂട്ടില്ലാതെ ചാടിക്കളഞ്ഞു. സംശയമുണ്ടോ? നമുക്ക് ഒരു പുറകെ പോകാം. വേഗം വാ. യാ. ഇവിടെ വാ. ഓക്കേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ മൈ ഗോഡ്. ഹലോ ഹലോ, ജംഗിൾ സഫാരിക്ക് വേണ്ടി 4 പിള്ളേര് വന്നിരുന്നില്ലേ? അവര് പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി. വേഗം സ്ക്വാഡ് ടീമിനെ വിവരം അറിയിക്കേ. കഴുതേ, പാരഷൂട്ടിടോ, എന്തിനാണ് ചാടിയേ? ഇവനൊരു കഴുതയാണെന്ന് അറിഞ്ഞിട്ടും ഇവനോടത്തൊക്കെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒന്നും മിണ്ടാതിരിക്കേ. പാരഷൂട്ട് ഓപ്പൺ ചെയ്യേ.
ദേ കിടക്കുന്ന എന്റെ ബോട്ടിൽ. ആ, ഹെ, അമ്മ. വേണ്ട 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 അയ്യോ, ജിങ്ങലാല ജൂബ ജൂബ ജിങ്ങലാല പോകാം 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 അയ്യടാ കൊള്ളാലോ. ഹണി കൊല്ലോ 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 കൊല്ലോ. ഹണി ഒന്ന് മാറി നിൽക്ക്, ഇവൻ ചിലപ്പോൾ ആപത്തായിരിക്കാം. അയ്യോ അല്ല, ദാ ഇവനെ കാണാൻ നല്ല രസമുണ്ട്. ദാ കണ്ടില്ലേ, അവൻ ചിരിക്കുന്ന കണ്ടോ? അല്ല നിന്റെ പേരെന്താ? ജൂബ്രോ ജുംബലാല അല്ല ഈ 3 പേരിൽ നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? ജിംബ്രു, ചുങ്കാലാല അതോ കോയി? ജുംബ്രു ജുംബ്രു എന്റെ പേര് ഹണി എന്നാണ്. അതെ കൂട്ടുകാരെ, ഇവന്റെ പേര് ജിംബ്രു എന്നാണ്. ജുംബലാല ജുഗ്ര ജുഗ്ര ജുംബലാല. എടാ കഴുതെ, അവൻ നിന്നെ പേടിപ്പിക്കാണ്. സംശയമുണ്ടോ? കഴുത നീയാണ്. ഇവൻ പറയുന്നതേ ഈ കാട് ഭയാനകമാണെന്നാണ്, അതായത് കൂടുതൽ അപകടകരമാണ്. ഞങ്ങളിവിടെ എന്തെടുക്കായിരുന്നോ? അത് പിന്നെ എന്റെ ഫേവറേറ്റ് ബോട്ടില് ഈ കാട്ടിൽ വീണു പോയായിരുന്നില്ലേ? ദാ ഈ വെള്ളത്തിന്റെ ബോട്ടില്. നീ പാട്ട് പാടാൻ പോവാണോ? ദം ചിക്കി ദം ദം ചിക്കി ദം. ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ ബോട്ടിൽ അവന്റെ തലക്കടിക്കുന്ന വിചാരം. അയ്യോ ഈ ബോട്ടിൽ തലയ്ക്കൊന്നും അടിക്കില്ല, ഇതില് വെള്ളം കുടിക്കും. അതെങ്ങനെയാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? ദാ നിൽക്കുന്നു. അയ്യ്, എന്റെ ബോട്ടില്. എന്റെ ബോട്ടില്. വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ എന്റെ ബോട്ടിൽ കിട്ടാണ്ട് ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. ഹണി നിന്റെ ബോട്ടിൽ എവിടെയാ പോയാ? ആ ചിമ്രുവിനെയും കാണാനില്ല. ബോട്ടിലെ ജിംബ്രു തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോയി. ഓഹോ, നിങ്ങൾ എന്റെ ബോട്ടിൽ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, എനിക്ക് ആ ബോട്ടിൽ തന്നെ വേണം. ഇവിടെ അപകടകാരികളായ കാട്ടുജീവികളുണ്ട്, ഭയങ്കരന്മാരായ നരഭോജികളുണ്ട്. വേഗം വരൂ. വാ ഹണി, ഇവര് പറയുമ്പോൾ നമുക്ക് കേൾക്കാം. പക്ഷെ ആ ബോട്ടിൽ എനിക്ക് മേഡം ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോയേ മതിയാകൂ. ഗാർഡ്സ്, പോകാം. ലെറ്റ്സ് ഗോ. പാട്ടൽ ഓരേ എന്റെ ബോട്ടിൽ. ജിങ്ങലാല ബാട്ടിൽ ഇപ്പൊ തന്നെ കൊടുക്കണോ? കാലിയായ പെട്ടികളൊക്കെ പ്ലെയിനിൽ വെച്ചേക്ക്, ഞാനത് റീഫിൽ ചെയ്ത് കൊണ്ടുവന്നേക്കാം. ഈ കാട്ടിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അവരോടൊപ്പം തന്നെ ഒരുപാട് അപകടകാരികളായ നരഭോജികളും ജീവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വളരെ അപകടകാരികളാണ്. ചുമ ചുമ പോല അപ്പൊ ഇവരായിരുന്നോ പ്ലെയിനിൽ നിന്ന് കാട്ടി ചാടിയത്? എന്നാ ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. എന്തിനാ ചാടിയതിനാണോ? അല്ല, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചത്, അതിനു വേണ്ടിയാ. താങ്ക് യു. ഈ കാട് വളരെ അപകടം പിടിച്ചതാണ്. എന്നാ പോവാം. പോയി പ്ലെയിനിലിരുന്നോ.
ക്യാപ്റ്റൻ റെസ്ക്യൂ മിഷൻ സക്സസ്ഫുൾ ആണെന്ന് എല്ലാവരോടും പറഞ്ഞേക്ക്. ജംഗിൾ സഫാരിക്ക് വേണ്ടി അടുത്ത ടീമിനെ റെഡിയാക്കിക്കോളൂ. ഞങ്ങൾ ഇതാ ഇപ്പൊ എത്തും. അപ്പൊ എന്റെ ഫേവറേറ്റ് ബോട്ടിലോ? എടാ നിനക്കൊരു പുതിയ ബോട്ടിൽ വാങ്ങി തരാം. ആ പഴയതിനേക്കാളും വളരെ ഭംഗിയുള്ളത്. പിന്നീട് അത് നിന്റെ ഫേവറേറ്റ് ബോട്ടിലാകും. പക്ഷെ എനിക്ക് ആ ബോട്ടിൽ തന്നെ വേണം. അത് കാഡ്കർ മേഡം ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. അയ്യേ, എന്നാലും കാഡ്കർ മേഡത്തിന്റെ ബോട്ടില് എന്നാലിപ്പോ എന്റെ ബോട്ടിൽ എവിടെ ആയിരിക്കും? ജുംബാലാല. ബോസ്കോ സർക്കസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കാണൂ ഞങ്ങളുടെ വെറൈറ്റി ഐറ്റം. ഇത് വേറെങ്ങും നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഈ ഷോ ഇനി എത്ര നേരം വരെ നീണ്ടു നിൽക്കും? എനിക്ക് ജംഗിൾ സഫാരിക്കും പോകേണ്ടതാണ്. ഈ ഷോ വൈകാതെ ഹിറ്റ് ആകും. എടോ, ഈ അഭ്യാസമൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് റോഡിൽ കാണും. ഇതാണോ നിങ്ങൾ 500 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ കാണിക്കുന്നത്? എവിടെടാ ബോസ്കോ? സാറിന് അവര് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ മണ്ടപരാതെ കരുതിയ നീ? ഒന്ന് നിർത്ത്, ഇങ്ങനെ എറിയല്ലേ. നിങ്ങളൊന്ന് ക്ഷമിക്കേ. അയ്യോ, ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും. ഇനി ഭാര്യയും കുട്ടികളും മാത്രമേ ഉണ്ടാകൂ. മിക്കവാറും സാറിനെ അവര് പപ്പടമാക്കും. പോവാം. ചുമ്മാ മനുഷ്യനെ പറ്റിക്കുന്ന പണിയാ ഇതൊക്കെ. ബോസ്കോ സാറേ, ഇന്ന് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇത്രയും മുട്ടയും തക്കാളിയും വേറെ ഒരു ഷോയ്ക്കും കിട്ടിക്കാണില്ല. നീ കടന്ന് വിളിക്കുവാണോ പരമണ്ട? എന്റെ പ്രോഗ്രാം ബ്ലോക്കായി. നമ്മുടെ എല്ലാ ഷോകളും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സർക്കസ് കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. എന്റെ ഷോ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടത് സാർ? ഇനിയുള്ള ഷോ എന്താ, കസേരയാണോ കാണാൻ പോകുന്നത്? വേഗം പൊയ്ക്കോ ഇവിടുന്ന്. എനിക്കാകെ വട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ മാണിക്. ഇനി ഇതുവരെ ആരും കാണാത്തതും കേൾക്കാത്തതുമായ വെറൈറ്റി ഷോ ആയിരിക്കും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. സാറിന്റെ ഭാര്യയും കുട്ടികളും പ്ലെയിനിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ജംഗിൾ സഫാരി നടത്തില്ലെന്നുണ്ടെങ്കിൽ പേരൻസ് സാറിനെ ഒരു ഷോ ആക്കി മാറ്റും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ബോസ്കോ എന്റെ പേര് വെക്കുന്നതുകൊണ്ട് ആരും ബോസ് ആവുകയില്ല. ഇല്ല, എനിക്ക് എനിക്ക് കൂടെ. അയ്യോ മക്കളെ, വീട് മക്കളെ. അയ്യോ അയ്യോ മക്കളെ, അയ്യോ. ஓஹோ, எதுக்கு இவ்வளவு லேட் பண்ணிட்டு இருக்காங்க? താഴെ ഇറങ്ങും. ഞാനൊരു മരമല്ല, നിങ്ങളുടെ അച്ഛനാണ്. അപ്പൊ താഴേക്ക് ഇറങ്ങാം. நாம ஜங்கல் சஃபாரிக்கு போயிட்டு இருக்கோம். தேவையில்லாம நீங்க உங்க முகத்தை விலங்கு மாதிரி மாத்திக்கிட்டு இருக்காதீங்க, சரியா? എന്തിനാണ് വെറുതെ ജംഗിൾ സഫാരിക്ക് പോകുന്നത്? വീട് മുഴുവനും ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. വേഗം എല്ലാ ബോക്സും ഇറക്കാൻ നോക്ക്. ജിംബ്രു, ദേ എന്റെ കൂട്ടുകാരൻ ജിംബ്രു. ஜும்பா ஜும்பா. ഹായ്, ദേ എന്റെ ബോട്ടിൽ. മാറി നിക്ക് കാട്ടുവാസി. വാച്ച് ഇറ്റ്. ചിലപ്പോ ബോട്ടിൽ ബോംബായിരിക്കും. നിങ്ങളൊക്കെ കഴുതകളാ. ഇത് എന്റെ സ്വന്തം ബോട്ടിലാണ്. பாட்டில். നീ എന്റെ ഈ ബോട്ടിൽ തരാനാണ് ഇത്രയും ദൂരം വന്നത്? സോ സ്വീറ്റ്. ஜும்பா ஜும்பா. എന്റെ ഫേവറേറ്റ് ബോട്ടിൽ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ഫേവറേറ്റ് ബോട്ടിൽ തിരിച്ചു കിട്ടിയേ. பாட்டில் பாட்டில்.
ഇവൻ മനുഷ്യനാണോ അതോ കൊരങ്ങനാണോ? ഇവൻ മിക്കവാറും എനിക്ക് ഉപകാരപ്പെടും. ബോട്ടിൽ ഫ്രണ്ട് ഹൂബ ഹൂബ ഹലി ഹലി ബോട്ടിൽ താങ്ക് യു ജിംബ്രു. ഹൂബ ഹൂബ കാടി കാടി ചബ ചബ ഹൂബ. ഇവരെന്തൊക്കെയായി പറയുന്നത്? അതായത് കാട്ടിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. സംശയമുണ്ടോ? എടാ മരക്കഴുത, ഇവൻ പറയുന്നത് അങ്ങനൊന്നും അല്ല. നമ്മൾ കാട്ടിൽ പോയി ഉല്ലസിച്ച് അടിച്ച് പൊളിക്കണം അവൻ പറഞ്ഞത്. അങ്ങനെയല്ലേ ജിംബ്രു? ഇല്ല ഇല്ല കാട് 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 കാട്. ഓ അങ്ങനെയായിരുന്നു അവൻ പറയുന്നത്. ഇവന് തിരിച്ച് കാട്ടിലേക്ക് പോണമെന്നാണ്. നിനക്ക് അവൻ പറയുന്ന എങ്ങനെയാ മനസ്സിലാവുന്നേ? അതെനിക്കും അറിയില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന്. ജിംബ്രു, നീ ഏതായാലും നഗരത്തിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോയാ മതി. ഗൂബ ചീബ ഗൂബ ചീബ ഗൂബ ചീബ ഹേ ഹേ. റൈറ്റ്, എന്തായാലും നമുക്കിന്നൊന്ന് അടിച്ച് പൊളിക്കണം. ജൂബ ലാ 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 ജൂബ ലാ 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 ലാ. ഇവൻ നന്നായിട്ട് പാട്ടും പാടുന്നുണ്ടല്ലോ. വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവൻ കാടനല്ല, വലിയൊരു പണപ്പെട്ടിയാണ്. ഇവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സർക്കസ് ഫേമസ് ആവും. ഇവനെ എങ്ങനെയെങ്കിലും എന്റെ വരുതിക്ക് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ വീട്. എന്താ വീട്? അകത്തേക്ക് പോകാം. ഇത് നീ നിന്റെ വീടായിട്ട് കരുതിയാൽ മതി. ജമ ജമ. നീ ടി വി കണ്ടോണ്ടിരിക്കേ, ഞങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നേക്കാം. ടിവി. കാട് ഒരുപാട് ജീവജാലങ്ങളുടെ വീടാണ്. അവിടുത്തെ ജന്തുക്കളുടെ രാജാവ് സിംഹമാണ്. എല്ലാ ജന്തുക്കൾക്കും സിംഹത്തിനെ പേടിയാണ്. കാടിന്റെ സവിശേഷതകൾ: മാനിന്റെ ഒരു കൂട്ടം ശാന്തമായി പുല്ലു തിന്നുകയാണ്. എന്നാൽ സിംഹം അതിന്റെ ആഹാരം അന്വേഷിച്ച് കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കാണാൻ നിങ്ങളുടെ മനസ്സ് കൊതിച്ചേക്കാം. മഞ്ചാടിക്കുരി കിട്ടിയാൽ എടുത്തു വയ്ക്കാം. ഇതുകൊണ്ട് ഹണി ബണി സോദാർ പോപ്പന്റെ പേടിപ്പിക്കാം. അടികൈ. അയ്യോ, ആരെങ്കിലും എവിടെയെങ്കിലും ഓടി വാ. അയ്യോ, ഈ കുട്ടി പിസാസിന്റെ തല്ലി കൊല്ലുന്നേ. വേണ്ട. ഇത് ഖന്ന സാറാണ്. കാട്ടിലെ പുലി മാനുകളെ കണ്ടാൽ പായും. ഇവനെ പിടിച്ചു മാറ്റ്, അല്ലെങ്കിൽ ഇവൻ എന്നെ മട്ടൻ ചോപ്സാക്കി തിന്നു കളയും. എന്റെ അമ്മോ, അടികൈ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, ഈ മനുഷ്യനെ കണ്ട് എന്തിനാണ് അമ്പരക്കുന്നത്? അടികൈ. ഇത് ജിംബ്രു ആണ്, ഞങ്ങളുടെ കൂട്ടുകാരന്. ഇവൻ കാട്ടിന്നാ വന്നത്. ഇന്നലെ എന്റെ അമ്മാവൻ പറഞ്ഞു നാട്ടിലേക്ക് പോയെന്ന്. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കാട്ടുവാസിയാണെന്ന്. അടികൈ. വേണ്ട വേണ്ട. വേണ്ട വേണ്ട, ഇവനെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നാടത്ര ഇവന് പരിചയമുള്ളതല്ല. അതുകൊണ്ട് ഇവൻ ആപത്തിൽപ്പെടാതെ നോക്കണം. ഡോൺ വെറി, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ വാ ജിംബ്രു, നമുക്ക് നേരെ കാട്കർ മാഡത്തിന്റെ ഓഫീസിൽ പോവാം. നിനക്കപ്പോ സിറ്റി ഒന്ന് കാണുകയും ചെയ്യാലോ. കൊള്ളാം പിള്ളേരെ, ഇതെന്തായാലും കലക്കി. നമ്മുടെ വീട്ടിൽ ഒരു കാട്ടുവാസി വന്നിരിക്കുന്നു. അടികൈ. ഇവിടെ ഉള്ളവരൊക്കെ പോയോ? എന്നാ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കൈയടിച്ചേക്കാം. സാറെന്നെ വിളിച്ചായിരുന്നോ? മാണിക്കിതാ വന്നിരിക്കുന്നു. മാണിക്, ഒരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട് നമുക്ക്. എന്താ വാ, നമുക്ക് വിശ്രമിച്ചുകൊണ്ട് സംസാരിക്കാം. എന്തു പറ്റി? ഞങ്ങൾ ജംഗിൾ സവാരിക്ക് വേണ്ടി പോയില്ലായിരുന്നോ? കല്ലെന്ന് കരുതി കാണ്ടാമൃഗത്തിന്റെ മുകളിൽ കയറി അവ ചന്തിക്കിട്ട് ഇടി തന്നു. അതിനുശേഷം എനിക്കങ്ങ് ഇരിക്കാനേ പറ്റുന്നില്ല. സ്വന്തം ബോസിന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ചിരിക്കുന്നോ വീട്ടി?
അയ്യോ താങ്കൾ ഓർത്തല്ലേ ചിരിച്ചത്. സാറിന് അറിയാലോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. എവിടെ വെച്ച് വേണേലും ചിരി വരാറുണ്ടല്ലോ. ഇപ്പൊ നീ നിന്റെ വായടച്ച് വെക്കേ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക. ഞാൻ ഇന്നലെ ഒരു കാട്ടുവാസിയെ കണ്ടായിരുന്നു. ഒരെണ്ണാണെങ്കിൽ എന്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. സ്വന്തം ബോസിനെ വീട്ടിൽ കളിയാക്കുന്നോടാ വീട്ടിൽ. ഞാൻ അവനെ നഗരത്തിൽ വെച്ചാണ് കണ്ടത്. സത്യമാ പറഞ്ഞത്. ഇവിടുത്തെ മനുഷ്യർ കാട്ടുവാസികളെ പോലെ ആയിരിക്കുകയാണ്. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യാറില്ല. നിയമത്തിന് ഒരു പുല്ലിന്റെ വില പോലും കൊടുക്കാറില്ല. എന്ന് ഫിലോസഫി പറയാതെ ഞാൻ പറയുന്നത് കേൾക്ക. ശരിക്കുമുള്ള കാട്ടുവാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ നന്നായിട്ട് മരം കയറും, പിന്നെ കൊരങ്ങനെ പോലെ അതിൽ നിന്നും ചാടും, കൊരങ്ങന്മാരോട് തല്ലുപിടിക്കാറുണ്ട്, പിന്നെ നാരങ്ങയുടെ ഇലയും തിന്നും. പക്ഷെ അവനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ എല്ലാ ഷോയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനെ കിട്ടിയാൽ ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റും. ദ ഫോറസ്റ്റ് മാൻ ഷോ. അത് ജനങ്ങൾക്ക് വെറൈറ്റി ഷോ ആയിരിക്കും. നമ്മുടെ തലയിൽ നോട്ട് മഴ പെയ്യും. എന്താ ഒരു ഐഡിയ? ഇനി അധികം വൈകാതെ നമുക്ക് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അടിപൊളി ഐഡിയ ആണ്. ഇത്രയും വലിയൊരു നഗരത്തിൽ അവനെ എവിടെ പോയി അന്വേഷിക്കാനാണ്? അവന്റെ കൂടെ 2 പൂച്ച, പട്ടി, തത്ത എന്നിവയും ഉണ്ട്. ഞാൻ അവരുടെ അഡ്രസ് ജംഗിൾ സഫാരി ഓഫീസിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും അറിയാവുന്ന സ്ഥിതിക്ക് അവരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. സോറി സോറി. ഞങ്ങള് മേഡത്തിനെ കണ്ടിട്ട് വരാം. ജിംബ്രു, നീ ഇവിടെ തന്നെ ഇരിക്കണം. എന്ത് പറ്റി? ഇവൻ എന്താ പറയുന്നറിയോ? തിരിച്ചു വന്നിട്ട് എനിക്ക് കാണിക്കും. നല്ല ടേസ്റ്റുള്ള ഫുഡ് വാങ്ങിച്ചു തന്നോന്നാ പറഞ്ഞത്. അവൻ ഒറ്റയ്ക്കാണ്. പൊക്കിയാലോ നമുക്ക്? അവൻ ഒറ്റയ്ക്കാണ്, പക്ഷെ പഴമൊന്നുമല്ല. പെട്ടെന്ന് അങ്ങനെ ഇങ്ങ് പൊക്കിക്കൊണ്ട് വരാൻ. വേഗം വാ. ആരുമില്ല. ആ വിൻഡോയിൽ കൂടി വലിച്ചെടുക്ക. എന്താ നീ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ മുകളിൽ കയറി ഒന്ന് നോക്കട്ടെ. ഒന്ന് നിക്ക. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ. ഇതെന്താ ഇത്? ജിംബ്രു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ഈ പയ്യനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് ഞങ്ങൾക്ക് ഡോക്ടറിന്റെ സഹായം വേണ്ടി വരുമെന്നാ. കാറിലിരിക്കുന്ന ജിംബ്രുവിനെ ഇയാൾ എന്ത് സഹായിക്കാൻ വന്നതാണ്? ഇവരുടെ പ്ലാൻ വേറെ എന്തോ ആണ്. കാർ മോഷ്ടിക്കാൻ വന്നതായിരിക്കും. സംശയമുണ്ടോ? ഓ അത് ശരി, നിനക്ക് വണ്ടി ഓടിക്കണമെന്നാണ് പറഞ്ഞേ. അപ്പൊ അവർക്ക് വണ്ടി ഓടിക്കണമെന്നാണ് പറഞ്ഞേ. അവർക്ക് കാറ് പൊക്കണമെന്നോ? അത് അവരുടെ കാറ് തന്നെ പൊക്കി എടുത്തോളും. എനിക്ക് മനസ്സിലായി, നിനക്ക് കാർ എടുത്ത് പൊക്കണമെന്നല്ലേ. ജിംബ്രു, ആരും കാറ് പൊക്കാറില്ല. അത് ഓടിക്കാനുള്ളതാണ്.
ജിംബ്രു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കരുത്. വാ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇത് കൊള്ളാലോ. നിനക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. സംശയമുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ കഴുതായിരിക്കും, പക്ഷെ ഞാൻ സത്യത്തിലേ ഇന്റലിജന്റ് ആണ്. നമ്മൾ അവരെ പിടിക്കുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ സിറ്റിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത് കറങ്ങുകയല്ല, അവരെ ഫോളോ ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം അവരുടെ വീട്ട് അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കാട്ടുവാസി പയ്യനെ പിടിക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല നമുക്ക് ഇവരെ പിന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ എന്ത് അടിപൊളി പ്ലാൻ ആണ്. സോറി സോറി. നിൽക്കുന്ന പയ്യൻ എന്താ എന്ത് പറ്റി ജിംബ്രു? അതിനകത്ത് ഓടിക്കാറില്ലല്ലോ, അത് ടൊയോറ്റോയാ. ഓടിക്കാർ മേടിക്കുമ്പോ നമുക്ക് ഓടിക്കാം. അയ്യോ ഇങ്ങനെയല്ല, ആദ്യം അകത്ത് കയറി ഇരുന്നിട്ടാ അത് ഓടിക്കേണ്ടത്. വാ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം, കേറിക്കോ. നോക്കിയേ, വണ്ടി ഇതാ ഇങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വേണ്ട ഹണി, ജോർദാറേ നീ വേഗം തന്നെ സ്കൂട്ടർ എടുത്തോ. ഊബ ഊബ എന്നല്ല, ഇടിച്ചു ഇടിച്ചു എന്നാ പറയണ്ടേ. നീ പുറകിൽ എന്തായി ചെയ്യുന്നേ? കാറ വണ്ടി പോയി ഇടിക്കില്ലേ? വാ തിരിച്ചു വാ. ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ. കഴുതേ, നമ്മളെ കിഡ്നാപ്പ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ശരി, അപ്പൊ ഈ സ്കൂട്ടറിന്റെ കളർ നോക്കി നമ്മളെ പിടിക്കില്ലേ? ഇത് മോഷ്ടിച്ചെടുത്തതാണ്. അഥവാ സ്പീഡ് ബ്രേക്കർ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഓടിക്കാൻ മറക്കല്ലേ. ആ വണ്ടി നമ്മുടെ നേരാണല്ലോ വരുന്നത്. കഴുതേ, ഇത് ചിരിക്കാനുള്ളതല്ല, പേടിക്കാനുള്ള കാര്യമാണ്. ഇപ്പൊ എങ്ങനെ, നല്ല രസമുണ്ടോ അതോ പേടിയാണോ തോന്നുന്നേ? ചോക്കല്ല, സ്റ്റക്കായതാ. രണ്ടുപേരും വായു കൂടെ പറന്നല്ലേ പോയത്. ഹണി കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു മോട്ടോർ സൈക്കിൾ തെറിച്ചു പോയി, കുറച്ച് ബോക്സ് താഴെ വീണു, രണ്ടാൾക്കാർ പറന്നു, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. എടാ, ഇവന് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാ കാർ ഓടിക്കാത്തത്? ജിംബ്രൂനായിരുന്നു വണ്ടി ഓടിക്കാൻ ആഗ്രഹം. അവന് വേണ്ടി ഞാൻ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് അവന് കിട്ടില്ല. ഓ ദൈവമേ, നിനക്ക് പറ്റുന്ന ഓരോരോ അബദ്ധങ്ങളെ. ഇങ്ങനെ ഒരു മണ്ടൻ. സംശയമുണ്ടോ? എടാ കഴുതേ, ആദ്യം ആ വണ്ടി ഒന്ന് നിർത്ത്. ഞാൻ ഓടിച്ചോളാം വണ്ടി. ജിംബ്രു, നിനക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളപ്പോ ഞങ്ങളോട് പറഞ്ഞാ മതി. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോകാം. ജിംബ്രു, നിനക്ക് വിശക്കുന്നുണ്ടോ? വാ, നമുക്ക് മാർക്കറ്റിൽ പോയി കഴിക്കാനായിട്ട് വല്ലതും വാങ്ങാം. 10 രൂപ. ആ അതെ 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 ഫ്രഷാ. 140. ആഹാ, ആപ്പിൾ അങ്ങനെ തന്നെ തിന്നോ? ജിംബ്രു, ആപ്പിൾ അങ്ങനെയല്ല കഴിക്കേണ്ടത്. അത് കഴുകി വേണം കഴിക്കാൻ.
ഞാൻ പറഞ്ഞത് പണം തന്നിട്ട് തിന്നാനാണ്. പൈസ തരാൻ പറ്റില്ല. കേട്ടോ കേട്ടോ ഹൂബ ഹൂബ. ഓ ഇവനെന്താ ഈ പറയുന്നേ? അവൻ പറയുന്നതേ പണം മരത്തിന്ന് പറിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാ. ആ ആ ഓ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാലേ ആപ്പിള് നമ്മൾ മരത്തിൽ നിന്നല്ലേ പറിച്ചെടുക്കുന്നത്. അതിനെന്തിനാ പൈസ കൊടുക്കുന്നെന്നാ. അതെ ചേട്ടാ, ആ ആപ്പിളിന്റെ പൈസ ഞാൻ തന്നോളാം. ചേട്ടൻ 1 കിലോ പഴം കൂടെ തന്നേ. നീ പഴമാണ് മേടിക്കുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആപ്പിളിന്റെ പൈസ എന്തിനാ കൊടുക്കുന്നേ? ഓ എന്റെ ദൈവമേ, ഇതിലും ഭേദം ഒന്നും വാങ്ങിക്കാതിരിക്കുന്നതാ. ഹോ. ഇവിടെ വച്ചൊരിക്കലും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത്. പക്ഷെ എങ്ങനെ നമ്മൾ ഇവനെ പിടിക്കും? ആദ്യം നമുക്ക് അവനെ തലക്കടിച്ച് ബോധം കെടുത്താം, എന്നിട്ട് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകാം. പിടിക്ക്. ഇതിന്റെ പണം എന്താ? പിടിച്ച പണം. ആ ജിംബ്രു ഇത് എവിടേക്കാ പോയേ? അവനെ വേഗം കണ്ടുപിടിക്കണം. അവന് ഈ നഗരത്ര പരിചയമില്ല. നിർക്ക് നിർക്ക്. ബലൂൺ ബലൂൺ. കാട്ടുവാസിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കിട്ടിപ്പോയി. വേഗം പിടിക്കാവനെ. അയ്യോ, ഹൂബ ഹൂബ. അവൻ രക്ഷപ്പെടരുത്. നല്ല മൺകലുണ്ട്, മൺകലം, നല്ല കുടം എല്ലാം ഉണ്ട്. ആ കാട്ടുവാസിയെ പിടിക്ക്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ. Chaka chaka juba, chaka chaka juba. ഓ ഓ. അമ്മ 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 ഇല്ല. അല്ല, ഇതവൻ എവിടെ പോയി? ജിംബ്രു, ജിംബ്രു, ദായിരിക്കുന്നു. ജിംബ്രു, ജിംബ്രു, എടാ ജിംബ്രു, ആ മാർക്കറ്റിൽ നിന്ന് നീ എങ്ങോട്ടാ പോയത്? അഥവാ എവിടെങ്കിലും പെട്ടുപോയിരുന്നെങ്കിലോ? വാ നമുക്ക് വീട്ടിൽ പോവാം. അമ്മ ഇല്ല. നിനക്ക് എന്ത് പറ്റി ജുങ്ക്രു? ജുബ ജുബ ദബ ദബ. ചേട്ടൻ ചേട്ടൻ കുഞ്ഞു കുഞ്ഞു. ജിംബ്രുവിന് പാട്ട് പാടണമെന്ന് തോന്നുന്നു. അയ്യോ അല്ല, അവൻ പറയുന്നതേ അവന്റെ ചേട്ടനും കൊച്ചുങ്ങളും നന്നായിട്ട് പാട്ട് പാടാറുണ്ടെന്ന്. സത്യത്തിൽ ഇപ്പൊ അവൻ അവന്റെ അച്ഛനെ അമ്മനെ ചേട്ടനെ ഒക്കെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കയാണ്. ഹുബ ഹുബ ചേട്ടൻ. ഇപ്പൊ അവൻ പറഞ്ഞതേ ഈ ഞാനും അവന്റെ ചേട്ടനാണെന്നാ. ചേട്ടൻ അവിടെ വീട് ഓർമ്മ വന്നു. ചേട്ടന്റെ കൊച്ചുങ്ങളുടെ പേര് യാഡൂബ എന്നാണെന്ന്. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും അങ്ങനെ ഒരേ പേര് വരുന്നത്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ചേട്ടന്റെയും ചേട്ടന്റെ കൊച്ചിനെ ഓർമ്മ വരുന്നു എന്നാണ്. സംശയമുണ്ടോ? പോവാം പോവാം. ജുംബ ജുംബ. കാട് കാട്. പോവാം പോവാം. ഇവൻ പറയുന്നത് തന്റെ ഗ്രാമത്തിലേക്ക് പോകണമെന്നാണ്. മനസ്സിലായി കൂട്ടുകാരാ, നീ പറഞ്ഞത് ഞങ്ങളുടെ കാറിൽ നിന്നെ കാട്ടിക്കൊണ്ടാക്കണമെന്നല്ലേ?
ഇത് കൊള്ളാലോ. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജിംബ്രുവിന്റെ ഭാഷ മനസ്സിലായി തുടങ്ങിയല്ലേ? മനസ്സുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ശരി വാ, ഇവനെ കൊണ്ടുപോയി നമുക്ക് കാട്ടിൽ വിട്ടേക്കാം. വരൂ ജിംബ്രു, നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നിന്റെ വീട്ടിലേക്കല്ല, ഞങ്ങളുടെ കൂടെ വരാനുള്ള സമയമാണ് ആയിരിക്കുന്നത്. എടാ ജിംബ്രു, ഇനി അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ കാട്ടിലെ വീട്ടിലെത്താൻ പറ്റും. അതും നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത്. ഇനി നീ എങ്ങനെ രക്ഷപ്പെടും കാട്ടുവാസി? ഹലോ, ട്രക്ക് വഴിന്ന് മാറ്റിയിട്. വേഗം ട്രക്ക് എടുത്ത് പകുതിയാക്കാനായിട്ടാ ജിംബ്രു പറയുന്നത്. ജിംബ്രു അവിടെ നിൽക്ക്. അല്ല, ഇവനെന്തിനാ ഓടുന്നത്? വേഗം പിടിക്കവനെ. കൊച്ചലിയ, ഇത് അവന്മാര് തന്നെയാ. ഇന്നലെ നമ്മുടെ കാറിന്റെ റൂഫിലും വിൻഡോയിലും കുടുങ്ങിയത് യുവമാരാണ്. കൂടാതെ ഇന്നലെ രാത്രി ജിംബ്രു ഇടിച്ചു തെറിപ്പിച്ചതും യുവമാര് തന്നെയായിരുന്നു. അതെ, യുവമാര് ജിംബ്രുവിനെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ജിംബ്രു, നീ ഓടണ്ട. യുവമാര് നിന്നെ ഒന്നും ചെയ്യില്ല. നിൽക്ക്. എന്തുകൊണ്ട് ചെയ്യില്ല? പറഞ്ഞത് കേട്ടില്ലേ? ഇവൻ നിങ്ങളോട് ഓടി രക്ഷപ്പെട്ടോളാനാ പറഞ്ഞത്. ഞാനാണോ ഓടണ്ടേ? എന്നാ ഓക്കെ. എടാ ഹണി, നീ ഇതെങ്ങോട്ടാ ഓടുന്ന? നിക്കടാ അവിടെ. നിങ്ങൾ അവന്മാരെ തടയ്. ഞങ്ങള് പോയ കാട്ടുവാസിയെ പിടിക്കാം. പിടിക്കാമാരെ. വാ, നമുക്ക് പോയി ഹണിയൻ ജിംബ്രുവിനെ രക്ഷിക്കാം. എടാ ജിംബ്രു, റെഡിയല്ലേ? നല്ല രസമുണ്ടല്ലേ? ആക്ഷൻ ടൈം. കഴുകേ, നീ നിന്റെ ബോസിനെ തന്നെ അറ്റാക്ക് ചെയ്യുവാണോടാ? നിൽക്കുന്നു, പിടിക്ക്. എടാ, നീ ഇവരെ വിട്ടിട്ട് അവരെ പോയി പിടിക്ക. ഓടിക്കോ ജിംബ്രു, ഓടിക്കോ. ആ കാട്ടുവാസി എങ്ങോട്ട് പോയി? നല്ല രസമുണ്ടല്ലേ? കണ്ടുപിടിച്ചു. ഇനി ഞങ്ങൾ പിടിക്കും. അല്ല, അവരെങ്ങോട്ടാ പോയേ? പോകുന്നു. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നത് അവരാ ഡോക്ടറിൽ പോകാൻ പോകുന്നു എന്നാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, കേൾക്ക്. ഓക്കേ. അല്ല, നമ്മളെന്തിനാ ഓടുന്നേ? യു മാർക്കറ്റ് 2 കൊടുക്കാനാണെങ്കിൽ ഞാൻ മാത്രം മതി. ഓക്കെ, ആദ്യം ബോസിനെ അടിക്കണമെന്ന് ഹിന്ദി പറഞ്ഞതല്ലേ? അയ്യോ, അവൻ ബോസിനെ അടിക്കാനല്ല പറഞ്ഞത്. അയ്യോ, എന്റെ പേരാണ് ബോസ്കോ. അയ്യോ, അയ്യോ.
ഹണി ഹണി എനിക്കൊരു കുഴപ്പമില്ല. വേഗം താഴേക്ക് ചാട്. അയ്യോ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ അയ്യോ അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ അയ്യോ. അവന്മാര് നമ്മളെ ഉപ്പുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപ്പുള്ള വെള്ളമല്ലടാ വിട്ടി, ഇത് കാണലാ. വലിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇൻസ്പെക്ടർ പോണ്ട, ഉടൻ ഡോക്കിലേക്ക് വരൂ. അയ്യോ ഈഷ്, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞങ്ങളൊരു സർക്കസ് കമ്പനി നടത്തുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാട്ടുവാസിയെ പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങളുടെ ഷോയിൽ സർക്കസ് കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇവന്റെ പേര് കാട്ടുവാസി എന്നൊന്നും അല്ല, ജിംബ്രു എന്നാണ്. മാത്രല്ല ഇവൻ എന്റെ കൂട്ടുകാരനാണ്. പിന്നെ ദാ ഇത് നിങ്ങൾ ഇവനെ ഉപദ്രവിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചതിന് ഞങ്ങൾക്ക് മാപ്പ് തരണേ. ഒരാൾ അയാളുടെ സമ്മതമില്ലാതെ പിടിച്ചോണ്ട് ജോലി ചെയ്യിക്കുന്ന തെറ്റല്ലേ? മാത്രമല്ല താൻ ജിംബ്രുവിനെ സർക്കസിലെ ഒരു ജന്തുവിനെ പോലെ ആക്കാനാ നോക്കിയേ. നിങ്ങൾ ചെയ്ത തെറ്റായ കാര്യം കൊണ്ട് ഇന്ന് സിറ്റി മുഴുവൻ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇൻസ്പെക്ടർ പോണ്ട, ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് ഈ രണ്ട് ദ്രോഹികളെ വിളിച്ചോണ്ട് പോയട്ടെ. കൂട്ടുകാരെ, ജിംബ്രുവിന് മറ്റൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അവന്റെ വീട്ടിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം. കൊച്ചളിയൻ പറയുന്നത് വളരെ ശരിയാണ്. നിർത്ത് നിർത്ത്, എത്തി എത്തി. ഇവന്റെ ഗ്രാമം ഇവിടെയാണെന്നാ തോന്നുന്നത്. ഈ വഴി ഒരിക്കലും ഈ കാർ പോവില്ല. ഇതിലെ നടന്നു പോകാനും വലിയ പാടായിരിക്കും. നമ്മൾ നമ്മുടെ ഈ കൂട്ടുകാരനെ ഇവന്റെ വീട്ടുകാരുടെ അടുത്ത് എത്തിച്ചിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ഹണി പറഞ്ഞത് വളരെ ശരിയാണ്. സൗഹൃദം മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മൾ കാട്ടിലെത്തി. പക്ഷെ ജുംബ്രുവിനെ വിട്ടതിന് ശേഷം നമ്മൾ എങ്ങനെ ഈ കാട്ടിൽ നിന്ന് പുറത്തു കിടക്കും? അതാണോ? അതോർത്ത് വിഷമിക്കണ്ട, നമ്മളെ തിരിച്ചു കൊണ്ടാക്കാൻ ജിംബ്രു വരും. അതെ, അത് നല്ലൊരു ഐഡിയയാ. നമ്മൾ ജിംബ്രുവിനെ വീട്ടിൽ വിടുന്നു, അവൻ നമ്മളെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നു. ചിക്ക ചിക്ക ടാപ് ടാപ് ചിക്ക ചിക്ക. ടിക്ക ടാപ് ടിക്ക ടാപ്. ടാപ് ചിക്ക ചിക്ക. ഹൂമ ഹൂമ. ഇവര് നമ്മളെ തന്തൂരിയാക്കാനുള്ള പ്ലാൻ വല്ലതും ആണോ? സംശയമുണ്ടോ? കുട്ടികൾ ചേട്ടൻ. എനിക്ക് മനസ്സിലായി, ഈ രണ്ട് കൊച്ചുങ്ങളാണ് നിന്റെ ചേട്ടൻ എന്നല്ലേ? ആഹാ, ചേട്ടൻ കുട്ടികൾ. അത് ശരി, അപ്പൊ ചേട്ടനായിരുന്നോ കൊച്ച്? പക്ഷെ ഇയാളെ കണ്ടിട്ട് കൊച്ചായിട്ട് തോന്നുന്നില്ലല്ലോ. ഇത് ചേട്ടനാണ്, ഇത് ചേട്ടന്റെ കുട്ടികളാണ്. ഹൂമ ഹൂമ. ജിംബ്രു, നിന്നെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. കൊച്ചളിയ, ജിംബ്രു അവസാനം അവന്റെ ഫാമിലിയെ കണ്ടുപിട്ടി. ഇപ്പൊ അവൻ വളരെ സന്തോഷത്തിലാണ്. കൊച്ചളിയ, ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ? അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും കരച്ചില് വരുന്നത്? ഹണി, ഇതിനെ സന്തോഷ കണ്ണീരെന്നാ പറയുന്ന. ചുമ്മാ വന്നോട്ടെ. ആ?